നമസ്കാരം. ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന റെയിൽവേ കമ്പനികളിലൊന്നാണ് ഇന്ത്യൻ റെയിൽവേ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആരംഭിച്ച ഇന്ത്യൻ റെയിൽവേ അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ വലിയൊരു വികസന കുതിച്ചുചാട്ടം തന്നെയാണ് പല ഘട്ടങ്ങളിലായി നടത്തിയിട്ടുള്ളത്. ആദ്യം കൽക്കരി എഞ്ചിനുകൾ ഓടിയിരുന്ന ട്രെയിനുകൾ പിന്നീട് ഡീസൽ എഞ്ചിനായി മാറി, പിന്നീട് ഇലക്ട്രിക്കൽ ട്രെയിനുകളായി മാറി. രാജ്യത്തെ വിവിധ കേന്ദ്ര സർക്കാരുകൾ റെയിൽവേയുടെ വികസനത്തിനായി വലിയതുപോലുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും എ.ബി. വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണെന്ന് തന്നെ പറയാം ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അന്നാണ് ജനശതാബ്ദി പോലെയുള്ള ട്രെയിനുകൾ സർവീസ് ആരംഭിച്ചത്. കേരളത്തിനും അന്ന് ഒരു ജനശതാബ്ദി ട്രെയിൻ ഇന്ന് ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം റെയിൽവേയുടെ വികസന രംഗത്തൊരു കുതിച്ചുചാട്ടം തന്നെയാണ് നടത്തിയത്. അതിന് ഉദാഹരണമാണ് വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിനുകൾ. നമ്മളുടെ സങ്കല്പത്തിൽ മാത്രം ഉണ്ടായിരുന്നത്, അതല്ലെങ്കിൽ നമ്മൾ ദൃശ്യങ്ങൾ മാത്രം കണ്ടിരുന്ന വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകൾ നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് നമ്മുടെ റെയിൽവേ ലൈനിലൂടെ ഓടുമെന്ന് തെളിയിച്ചതായിരുന്നു നരേന്ദ്രമോദി സർക്കാരിൻ്റെ റെയിൽവേ മേഖലയിൽ അവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. ഇന്ന് ഇന്ത്യൻ റെയിൽവേ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു ദിനമാണ്. ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രെയിൻ സർവീസ് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഹരിയാനയിലാണ് ഈ ട്രെയിൻ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ ട്രെയിൻ സർവീസ് ഉദ്ഘാടനം ചെയ്തത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഡീസലും മറ്റും ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം ഒരു തരി പോലും ഇതിനുണ്ടാകില്ല എന്നുള്ളതാണ്. അതായത് ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ച് ട്രെയിൻ ഓടിക്കുമ്പോൾ അതിൻ്റെ ഉപോൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ബാഷ്പവും, അതായത് വെള്ളവും അതിൻ്റെ നീരാവിയും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ അന്തരീക്ഷത്തിന് യാതൊരു തരത്തിലുമുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല. ഇത് തദ്ദേശീയമായി ഇന്ത്യയിലെ ചെന്നൈയിലെ പെരമ്പൂരിലെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഇത് നിർമ്മിച്ചത്. വളരെ നാളുകളായി 2022 മുതൽ തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അതിൻ്റെ പലതവണ ട്രയൽ റൺ നടത്തി വിജയകരമാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഈ ട്രെയിൻ സർവീസ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന് 75 കിലോമീറ്റർ വേഗതയിൽ ഇപ്പോൾ ഓടാം. ഇത് 2600 യാത്രക്കാരെ കയറ്റാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഏതായാലും പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചത് ഇതൊരു വളരെ അഭിമാനകരമായ നേട്ടമാണ്. ഇത് നിർമ്മിക്കുന്നതിനുള്ള ഫാക്ടറികളും ഇനി അങ്ങോട്ട് ഹരിയാനയിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നതായി പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങൾക്കൊപ്പം അതിൻ്റെ നിലവാരത്തിലേക്ക് നമ്മൾ ഉയർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ മാത്രമാണ് ഈ ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രെയിൻ സർവീസ് നടത്തുന്നത്. ആ പട്ടികയിലേക്ക് ഇന്ത്യ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം വികസനത്തിൻ്റെ കാര്യത്തിൽ എല്ലാ മേഖലകളിലും, അതിന് പ്രതിരോധ മേഖലയാണെങ്കിലും സാമ്പത്തിക മേഖലയിലാണെങ്കിലും വ്യവസായത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഇന്ത്യ ലോകത്തെ നമ്പർ 1 മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇത് തദ്ദേശീയമായി തന്നെ നമ്മൾ നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി ആത്മനിർഭർ പോലെയുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രെയിന് ഇപ്പോൾ നമുക്കായി ലഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് ഭാവിയിൽ കൂടുതൽ ട്രെയിനുകൾ നിർമ്മിക്കുന്ന അത് സമയം അനുസരിച്ച് തന്നെ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലേക്ക് ഈ ട്രെയിൻ സർവീസ് ആരംഭിക്കും എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇതിൻ്റെ സുരക്ഷിതത്വം മറ്റെല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ ഉറപ്പുവരുത്തിയിരുന്നു. ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ആദ്യ ഘട്ടങ്ങളിലൊക്കെ തന്നെ പണ്ട് ട്രെയിൻ യാത്ര നടത്തിയിരുന്നവർ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ അവരുടെ ശരീരം മുഴുവൻ കരിയായിരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം കൽക്കരി വണ്ടികളായതുകൊണ്ട് തന്നെ കൽക്കരി പറന്നു വന്ന് ആളുടെ വസ്ത്രത്തിലുമെല്ലാം പുരളുകയും അങ്ങനെ അത് ആകെ വൃത്തികേടാകുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അതിൽ നിന്നൊക്കെ മാറിയാണ് പിന്നെ ഡീസൽ എഞ്ചിൻ വരുന്നത്, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനുകൾ എത്തുന്നത്. ഇതെല്ലാം തന്നെ ഇന്ത്യ തദ്ദേശീയമായാണ് നിർമ്മിച്ചിരുന്നത്, ഇപ്പോഴും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കൂടാതെ ഇന്ത്യയിലെ ഈ പെരമ്പൂരിലെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിച്ച റെയിൽവേ കോച്ചുകളാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ പോലും സർവീസ് നടത്തുന്നത്. ഒട്ടേറെ രാജ്യങ്ങളിലേക്ക് നമുക്കിന്ന് കയറ്റുമതി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ആത്മനിർഭർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തന്നെയാണ് ഇപ്പോൾ ഈ കയറ്റുമതി, ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് അദ്ദേഹം ഭരണമേറ്റ കാലം മുതൽ തന്നെ വികസനത്തിന് അതിശക്തമായ തോതിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഭരണമാണ് നരേന്ദ്രമോദി സർക്കാർ നടത്തുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായി മാറുകയാണ് ഈ ഒരു ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രെയിൻ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. നമോ ഗ്രീൻ റെയിൽ എന്നാണ് ഈ ട്രെയിൻ സർവീസിന് ഇപ്പോൾ പേരിട്ടിരിക്കുന്നത്. ഇത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലേക്കും കൂടി വ്യാപിക്കുന്നതോടെ നമ്മൾ ഇന്ത്യ ലോകത്തിന് മുന്നിൽ, ഒരു കാലത്ത് പാശ്ചാത്യ ലോകം പലപ്പോഴും പുച്ഛത്തോടെ നോക്കിയിരുന്ന, നമ്മളിപ്പോഴും പാമ്പാട്ടികളുടെയും മറ്റും രാജ്യമാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്ന ആളുകൾക്കിടയിലേക്കാണ് ഇന്ത്യയും പാശ്ചാത്യ രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന അതേ നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ട് ഹൈഡ്രജൻ ഇന്ധനമായി പ്രവർത്തിക്കുന്ന ഈ ട്രെയിൻ സർവീസ് കൂടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും ഇതും ഇന്ത്യയുടെ വലിയൊരു നേട്ടമായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും. മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ അസൂയോടുകൂടി തന്നെയായിരിക്കാം ഇന്ത്യയുടെ ഈ ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള, അതല്ലെങ്കിൽ റെയിൽ മേഖലയിലും വ്യോമയാന മേഖലയിലും ഒക്കെ ഉള്ള ഈ നേട്ടങ്ങളെ നോക്കിക്കാണുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ ഓരോന്നോരോന്നായി യാഥാർത്ഥ്യമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രി തന്നെ
ഹരിയാനയിൽ നേരിട്ടെത്തി ഈ ട്രെയിൻ സർവീസിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചു.